ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വളർന്നു വരാനായിട്ട് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാലാകാലങ്ങളിലും ഓരോ സാഹചര്യത്തിനനുസരിച്ചും അതിന് മാറ്റം വരുന്നുണ്ട്. നമ്മളൊരു കാര്യത്തെ എത്രത്തോളം പോസിറ്റീവായിട്ട് കാണുന്നോ അത്രത്തോളം റിലാക്സേഷൻ അതിനകത്തുനിന്ന് കിട്ടും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പങ്കാളി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ സ്ത്രീകൾ പൊതുവെ ഇതിനെക്കുറിച്ച് അങ്ങനെ തുറന്നു പറയാറില്ല. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് ഒരാളോട് തോന്നുന്ന ആകർഷണത്തിൻ്റെ പിന്നിൽ, ഇഷ്ടത്തിൻ്റെ പിന്നിൽ കുറേ ബ്രെയിൻ വർക്കുണ്ട്. ഇതിന് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടും സാഹചര്യവുമായിട്ടും ഒക്കെ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. എല്ലാ മനുഷ്യർക്കും സുന്ദരമായതിനോട്, ആരോഗ്യമായതിനോട് ഒരു താല്പര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരമായാലും മനസ്സായാലും എപ്പോഴും സുന്ദരമാക്കി വെക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരെ ആകർഷിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു, പ്രണയം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അമിതമായിട്ടുള്ളൊരു ആകർഷണം തോന്നുന്നു. ഇതിൻ്റെ പിന്നിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല ഫാക്ടേഴ്സും ഉണ്ട്. ഓരോ സ്ത്രീകൾക്കും അവരിഷ്ടപ്പെടുന്ന പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നൊരു സങ്കല്പമുണ്ട്. അതുപോലെ സ്വകാര്യമായ സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഒരു ഫാൻറ്റസി ഉണ്ട്. എന്നാൽ പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് അവർക്ക് പല രീതിയിലും റെസ്പോൺസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് കാമപരമായിട്ടുള്ള ചുംബനങ്ങളാണ് മിക്കവാറും പേർക്ക് ഏറെ ഇഷ്ടം. പക്ഷേ അതിനുവേണ്ടി അവരൊരു തുടക്കം വിട്ട് തരുത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ പങ്കാളി ചെയ്യുന്നതാണ് ഇഷ്ടം. ഇപ്പം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോന്നാ. ചിലർക്കാണെങ്കിൽ അതിൻ്റെ ഷേപ്പായിരിക്കും, ചിലർക്കാണെങ്കിൽ അതിൻ്റെ വലിപ്പമായിരിക്കും. എന്തായാലും ഇത് പങ്കാളി നന്നായിട്ട് ആകർഷിക്കുമെന്നും അവർക്കറിയാം. ചിലർക്കാണെങ്കിൽ ആ ഭാഗത്തിൻ്റെ നന്നായിട്ടുള്ള പ്രവർത്തനമായിരിക്കും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ പിൻഭാഗത്തിനോടൊക്കെയുള്ള ഇഷ്ടം പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തുള്ള ആവേശകരമായിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനങ്ങളും അവരെ ഒരു പ്രത്യേക മൂഡിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പങ്കാളിക്ക് കാമപരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്, ആകർഷണമുണ്ട് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ വേണം പുരുഷനിൽ നിന്നും ഈ സമയത്ത് അവർക്ക് കിട്ടാനായിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ ഒരാളോട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനകത്ത് ഒരു രസവും ഇല്ല. രണ്ട് പങ്കാളികൾ തമ്മിൽ വളരെ എനർജറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ബോറടി ഇല്ലാത്തൊരു ലൈഫാണ് നയിക്കുന്നതെങ്കിൽ അതിനകത്ത് ലൈംഗികതയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾക്കകത്ത് ഇവരെ ഒന്ന് പുകഴ്ത്തി പറയണമെന്ന് അല്ലെങ്കിൽ ഒന്ന് പെരുപ്പിച്ച് പറയണമെന്ന് മിക്കവാറും സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് പറയുന്നത് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. തന്നെയല്ല, മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും അത് കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. അതുപോലെ ചില മെത്തേഡുകൾ ചെയ്യുമ്പോൾ, ചില രീതികൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കൊടുക്കേണ്ട ചുംബനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ബന്ധപ്പെട്ടതിന് ശേഷവും സ്നേഹപരമായിട്ടുള്ളൊരു സംസാരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മിക്ക സ്ത്രീകൾക്കും ഈ സമയത്ത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട്. മറ്റ് സ്ത്രീകളെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത്. ഇത് പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. അവർക്കും അസൂയ ഉണ്ടാവും. അതുപോലെ കിസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിലും യാതൊരു തരത്തിലുള്ള ബാഡ് സ്മെല്ലും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും. അത് നെഗറ്റീവായിട്ട് പ്രവർത്തിച്ച് പരസ്പരമുള്ള ആകർഷണത്തെ കുറയ്ക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പൊതുവെ പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ചില പെരുമാറ്റങ്ങൾ, ഇഷ്ടമില്ലാത്ത ചില സ്മെൽ, ഇഷ്ടമില്ലാത്ത വാക്കുകൾ, ഇതൊക്കെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കൊരാളോട് ഇഷ്ടം തോന്നാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇഷ്ടക്കേട് തോന്നാനോ ഒരു കാരണം മതി. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യം അല്ലെങ്കിൽ ആകർഷണം കുറവുണ്ടെന്ന് മിക്ക സ്ത്രീകൾക്കും തുറന്നു പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് സംതൃപ്തി വരുന്നതിന് മുമ്പേ ചില ക്രിയകൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതും അവർ തുറന്നു പറയാറില്ല. എനിക്ക് തോന്നുന്നു ചില പങ്കാളികളെ സംബന്ധിച്ച് മറ്റെല്ലാ കാര്യത്തിനകത്തും അവർക്ക് പോസിറ്റീവായിരിക്കും. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് അവർക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം പലപ്പോഴും അവർ തുറന്നു പറയാറില്ല. അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ചില സാഹചര്യത്തിൽ വാക്കുകൾ കൊണ്ടും ചില ക്രിയകൾ കൊണ്ടും അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. ഈ ഒരു കാര്യത്തിനകത്തും ആരോഗ്യമുള്ളവരെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ കാമം കൂടുതൽ തോന്നാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ചില റെസ്പോൺസിൽ കൂടി അവർ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ തുറന്നു പറയാറുമില്ല. അതുപോലെ തന്നെ വാഗൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്.
എന്നാൽ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ അവർക്ക് മടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചിരിക്കും ഇതിനകത്തെ സന്തോഷവും സംതൃപ്തിയും എല്ലാം തന്നെ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.